ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചില്ല. അതായത് കഴിഞ്ഞ ക്രിസ്മസിന് വായിച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ചിങ്ങുവിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും വിചാരിച്ചു, എന്തായാലും ഞങ്ങൾ കുറച്ച് ചെറുതായിട്ട് വീട്ടിൽ പറ്റുന്ന പോലെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതെ ചിങ്ങുവിനും അറിയേണ്ട പ്രായമൊന്നും ആയില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കണം. നല്ലപോലെ ഇപ്പോൾ അവിടെ ടൗണിലെത്തി. നല്ല ടയറുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഞങ്ങൾക്കും ഒരു രസമുണ്ട്. സത്യം അതങ്ങനെ കണ്ടിന്യൂ സത്യം പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. കണ്ടിന്യൂ ചെയ്യും ഞങ്ങൾ മാക്സിമം. പിന്നെ ലൈറ്റിന് കുറച്ച് ഇഷ്യൂ ഉണ്ടാകും, കാരണം ഞങ്ങൾ ടൗണിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തി. വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ചിങ്കുടിന് ഫുഡ് കൊടുക്കണ്ട സത്യം. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ജനലിൽ ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ ഉറങ്ങിയാൽ വെറുതെ ഇരുന്നു. ഇവിടെ മാർക്കറ്റിലില്ലേ ഇതാ ഈ മരം മേടിച്ചല്ലോ ചോദിക്കട്ടെ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് കുറവാണ്. മുമ്പ് ഞങ്ങൾ ഇന്നലെ നല്ല തിരക്കുണ്ട്. ഈ കൂടുവാണ് ഞാൻ ഉദ്ദേശിച്ചത്. മേക്കപ്പ് തുടച്ചാലും തോന്നുന്നുണ്ട്. പക്ഷെ മേക്കപ്പ് കളയുമ്പോഴാണ് വായിച്ചിൻ്റെ ഒറിജിനലായിട്ടുള്ള കളറ് പുറത്ത് കാരണം അതാണ് കുറച്ച് ബെറ്റർ അല്ലേ വാവേ? കൂടെ നോക്കാം. ഇത് മൾട്ടിവുഡിൻ്റെ അല്ലേ? ഇത് 600 രൂപ അല്ലേ? ഇത് 600 400 ബിൽക്കൂടിൻ്റെ റേറ്റ്. ആവശ്യയുടെ കിളി വിട്ടിട്ടിരിക്കുകയാണ്. ഇനി അടുത്തവിടെ അല്ല, ഇവിടെ ചെറുതില്ല വലുതാണ്. ഇത്രയും ഹൈറ്റുള്ളത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ ക്രിസ്മസിന് ഞങ്ങൾ ഈ ട്രീ ആക്കണം. എന്താ വെച്ചാൽ നല്ല റേറ്റ്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കണ്ടില്ല, അത് 3000 രൂപ 3500 രൂപയ്ക്ക് തരാം. മരം ഇത് നന്നായിട്ടോ. ഇതൊരു 10 പോയിട്ട് പേടിച്ച് വീട്ടിൽ വെക്കാമോ? സ്നാപ്പ് ഇത് വെറും 700 രൂപ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്. അതുകൊണ്ട് അപ്പോ കൊറേ നേരം കഴിഞ്ഞിട്ട് എന്താ എടുത്ത് മരം മേടിച്ചു. ലൈറ്റ് മേടിക്കാൻ കേട്ടാ. ജൈനും ഒരു തൊപ്പിയും കൊണ്ട് നടക്കണ്ട, കൂറത്തൊപ്പി. ഡയമണ്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ രാവിലെ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ഈവനിങ് ടൈമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും വീട്ടിൽ വെച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വീടെത്തിയില്ലേ? വീടെത്തി കുറച്ച് നേരം ആയിട്ടോ. കുറച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞ അത്യാവശ്യം ടയർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വായിച്ച് കുറച്ച് നേരം കിടക്കലൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഗൈസ് ഇതാ ക്രിസ്മസ് മരം വീണു. ഗൈസ് മറ്റേ ഞങ്ങളില്ലേ പോയിട്ട് ഇത് വലിയ കുഴപ്പമില്ല അല്ലേ പ്രൈസ്. ബാക്കി അത്യാവശ്യം നല്ല 3500 6000 രൂപയൊക്കെ ഗൈസ് മരത്തിന് പറയുന്നത്. വെറുതെ പറയാണ്, അവർക്ക് വായിൽ തോന്നിയ റേറ്റ് പറയാ. ഇതിപ്പോ വേണ്ട, ഇതിപ്പോ എൻ്റെ ഹൈറ്റ് കറക്റ്റില്ലാവേ. എൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ഇത് കുറച്ച് കുഴപ്പമില്ല. അതിൽ എക്സ്ട്രാ ഇതിന് വെച്ചിട്ട് ഈ ലീഫുകളില്ലേ കുറച്ച് വലിപ്പം ലൈറ്റും വരുന്നത്, അതിനാണ് 3500 രൂപ ഗൈസ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. അതെ, ഈ ലീഫുകളൊക്കെ ഇല്ലേ ഇത് ഫുള്ള് നൂർത്താണ്ടല്ലോ. അപ്പോഴാണ് അതൊരു മരം ആവുള്ളൂ. പറയാൻ പറ്റില്ല. കമ്പി പീസ് ഗൈസ്. ചിങ്കുവിന്റെ പുതിയ വാക്കാണ്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ ഗംഗ പറയാ. എന്താണെന്നൊരു പിടുത്തം കിട്ടിയില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ഞങ്ങൾ എന്തായാലും പറയുന്നത്. അതാ ആ എന്നെ തല്ലിയോ തല്ലിയോ നമ്മൾ തല്ലിയാ ശരിയായ സാധനങ്ങൾ രണ്ടും അതായത് വാവിച്ച് എന്നെ തല്ലില്ല, തല്ലാൻ പറഞ്ഞ തല്ലില്ല. വാവിച്ച് കിട്ടാൻ അവരെ കൊട്ടു കിട്ടാൻ അതിപ്പോ എന്തിനാന്നറിയ കാര്യം താഴെ ഇറങ്ങാൻ. താഴെ വിട്ട എവിടെ ഒന്നാമതില്ലേ നമ്മളിതും ചെയ്യുമ്പോ ചിങ്കുളിന് ശ്രദ്ധിക്കാൻ പറ്റില്ല. സിറ്റൗട്ടുണ്ട് അവിടെ നിന്ന് ചാടിയ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അമ്മനെ കൊണ്ടുവിട്ടില്ല കേട്ടോ. അമ്മ അവിടെ ചിങ്കുളിന് കൂടുന്നത് നല്ല ടയർഡാണ്. ഇപ്പൊ കുറച്ച് ദിവസം അടുപ്പിച്ച് ഷൂട്ട് ആയതുകൊണ്ട് വന്നിട്ടും പോയിട്ടും. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റ മറ്റേ യൂട്യൂബിലൊക്കെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടയർഡ്. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും വരണം അവിടെയും പോകണം, എല്ലാം കൂടി മാനേജ് ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ടയർഡ് പോലെ. ഇവിടെ ഞങ്ങൾ ഇന്നലേക്കല്ലേ 2 മണിക്ക് കൊണ്ടുവിട്ടു. ഞാൻ നിർത്തല്ലോ വായിച്ചിക്കില്ലേ. അപ്പൊ അങ്ങനെയും കിടന്ന് കുറച്ച് ഉറങ്ങണം. ഉറക്കം പോയാ അപ്പം മരത്തില് എന്താണ് ചെണ്ടയും എന്താണ് ഗിഫ്റ്റുകളും ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ട ഇവിടെ ഒരാള് മുട്ടായി തിന്നു അവന്ന് തൂക്കണ്. തെർമോക്കോള് മുട്ടായി തിന്നാൻ പറ്റുമോ? ഇവിടെ ഒരാളില്ലേ എന്താണ് ഇത് പിടിച്ച് വലിക്കലാണ്. അന്നാ വെച്ചോ നമുക്ക് കൊട്ടൂര് പോകുമ്പോ. ഞാനിത് ശരിക്കും പറഞ്ഞ ജനുവിന് വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അമ്മ കൂളുണ്ടാക്കിട്ട് വന്നോട്ടെ. ഒരു നേരമല്ല 2 നേരം. ആ രാത്രി. അതെ ചേച്ചി ഇതിന് താഴെ പിന്നെ കമന്റ് എന്തായിരിക്കും പറ ഫസ്റ്റ്. ചേച്ചിക്ക് ഒറ്റ ക്ലിക്ക് ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ പെരുന്നാൾ മാത്രം ആഘോഷിച്ചില്ല, ഗംഭീരമായിട്ട്. അത് ആർക്കും കണ്ണ് കാണില്ല ചെയ്യില്ലേ. ഞങ്ങൾ പെരുന്നാൾ സെലിബ്രേഷൻ ചെയ്യണമെന്ന് ആരും കാണണമല്ലോ. അതെ ക്രിസ്മസ് ഓണമൊക്കെ സെലിബ്രേഷൻ ചെയ്ത് വന്ന് സ്ഥിരം കമന്റ് ആണ്. ഞങ്ങളെല്ലാം അതുപോലെ ചെയ്യും. ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും അത് ആഘോഷങ്ങൾ അങ്ങനെ പോട്ടെന്നുണ്ടല്ലോ അവേ. അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അത് മാത്രം ആരും കാണില്ല. അതെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലത് മിസ്സാവട്ടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, കാരണം ചിങ്കിട് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അത് നോക്കണ്ട ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ആണ് ഗൈസ്. കണ്ണു തിരുമണം ഉറക്കം വന്നു തുടങ്ങിയ കുടുംബം കഴിക്കാതെ മമ്മം വന്നു. പൊന്നോ മമ്മം വന്നു. അതാ മമ്മ ആ താ മേടിക്ക് പോയിക്കോ മേടിച്ചോ. ചിങ്കിടിനെ അവിടെ ആക്കിയാണ് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക. തുറന്നു നോക്ക. എന്താണ് ഇല്ലേ ക്യാപ്പിട്ട് കൊടുക്കാൻ പോകണ്ട. നോക്കി അപ്പൊ അതിനടുത്ത് കൊണ്ട് എറിയും. അമ്മ ബാഗിലേക്ക് വേണ്ട. തലയിൽ ഒരു സാധനം ഇടാൻ സമ്മതിക്കില്ല. ചിങ്കിടോ നോക്കുതാ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ നോക്ക്. ഇവിടെ ചിങ്കുട് സെറ്റ് ചെയ്യാൻ സമ്മതിക്കില്ലേ. മൊത്തത്തില് അടഞ്ഞിട്ടിരിക്കുന്നതാ. എല്ലാം വലിച്ചിട്ടാ. ഇവിടെ എന്തോ അപാര സെറ്റിങ്ങിലാണ് ഗൈസ്. ക്രിസ്മസില് മാക്സിമം എല്ലാ സാധനങ്ങളും വെച്ചുട്ടാ. വെക്കാനൊന്നും അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബേബിതാ വയറെന്തോ സെറ്റ് ചെയ്യണം. പകുതി ബേബിന്റെ വയറും കൂടെ അതിന്റെ തല്ലിട്ടൊക്കെ താഴ്ത്തിട്ടാ. വയറിടുന്നോണ്ട് തന്നെ പേടി. എടാ അതൊക്കെ താഴ്ത്തി വീണില്ല, ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ. അതാ എന്തൊക്കെയോ ഇതൊക്കെ വെച്ചിട്ടാ.
അവൾക്ക് അവിടെ കിടക്കണമെന്നൊന്നും വേണ്ട, ആ മരത്തിൽ നിക്കണത് തന്നെ വേണം. ചിങ്കിടുവാ കളിക്കാൻ കൊടുത്തു. എന്താണ് താമ്പക്കിതാ മരത്തിലെല്ലാം സെറ്റ് ചെയ്തുട്ടാ. ഇനി പുൽക്കൂടാണ് സെറ്റ് ചെയ്യാൻ മാലാക്കി നീ മാല അങ്ങനെ ഇവിടെ നിർത്തി ഇരുത്തി വെച്ചാ ഇതാരെന്നറിയോ? അതാണ് യേശു. അച്ഛൻ കുട്ടിനെ പിടിച്ചു നിക്കല്ലേ? ആടാ, അത് ഓരോന്ന് സ്റ്റോറി അല്ലേ. കുട്ടി ജനിച്ചതിന് ശേഷം അച്ഛൻ പിടിക്കുന്നതാണ് അത്. രണ്ടു കുട്ടിയാ. ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ വെക്കാന്ന് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. അതെന്തൊക്കെയോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല കേട്ടോ. നോക്കാം അപ്പൊ അറിയുന്ന ഒരു കമന്റ് എന്താണ് എന്താണ് കുട്ടിനെ പിടിച്ചിരുത്തി. നോക്ക് ഡാഡന്റെ കയ്യിലൊന്ന് നോക്ക്. അതാ എടഞ്ഞിട്ടിരിക്കട്ടോ. അപ്പൊ ഗൈസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെരുവാണ് സെറ്റ് ചെയ്തത്. അതായത് ഇത് വന്നിട്ട് ഞങ്ങള് റെഡിമെയ്ഡ് മേടിച്ചാട്ടോ, ഉണ്ടാക്കിയതല്ല ഗൈസ്. ഈ പുൽക്കൂടിനൊക്കെ നല്ല റേറ്റ്. അതായത് ഇതിനുള്ളിൽ വൈക്കോലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഇത് കറക്റ്റ് ആണോന്നൊന്നും അറിയുന്നൂടാ. എന്താ പൊഞ്ഞേ എന്താടാ ഇപ്പൊ വാവിച്ച് എടുക്കണം. അപ്പൊ അതിനാണ് ഇപ്പൊ വാവിച്ച് പോയിപ്പോ വരും കേട്ടോ ഗൈസ്. ഇത് വെച്ച് ശരിയാണെന്നൊന്നും അറിയില്ല കേട്ടാ. പിന്നെ ഇതാ ഇതിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിളൊന്ന് കരച്ചിൽ നിർത്തിയിട്ട് വന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ മൊത്തത്തിൽ. ഗൈസ് വാവിച്ച് വന്നുട്ടാ. ചിങ്കിടു മൂളൽ തുടങ്ങി. ഇനി ചിങ്കിടുവിന് ഉറങ്ങാൻ ഏകദേശം സമയം എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോ ലൈറ്റ് ഓഫ് ആക്കാവേ. ഓഫ് ആക്കിട്ടോ. അയ്യ അതല്ല, മറ്റേ താഴത്തെ ഫസ്റ്റ് സ്വിച്ച് ഇട്ടാ. 1 2 3 സ്റ്റാർട്ട്. ഓണാക്കടാ ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ ദാ പുൽക്കൂടിലും അതുപോലെ ഒരു ലൈറ്റ്. അത് വന്നിട്ട് ബാറ്ററിൻ്റെ കേട്ടാ. ഇത് വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജെന്നി ഒന്ന് മാറാ. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസിൽ ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിലും അവേ വലുതായിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അപ്പം ഞങ്ങളില്ലേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചല്ലോ അവേ. പക്ഷെ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അതിന് ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ എന്തായാലും മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. ഞങ്ങൾ മുമ്പൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാൻസ് ക്ലാസ് ഉള്ള സമയത്ത് ഞങ്ങൾ തന്നെ ഇരുന്നില്ലേ അട്ടപ്പട്ടി കായലൊക്കെ വെട്ടി ഫുള്ള് വൈക്കോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് കുറച്ച് അതിന് വേണ്ടി ഒരു ദിവസം പോകും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല അടിപൊളി സെറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മേടിക്കേണ്ടി വന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു വർഷം എങ്ങനെയൊക്കെയോ പോയി. പക്ഷേ ഇനിയുള്ള വർഷം ഞങ്ങൾ എങ്ങനെയെങ്കിലും സത്യം ഒരു വർഷം ചിങ്ങട് കൊണ്ടുപോയി. ഇനി ഒരു അടുത്ത വർഷം ഇനി ഞങ്ങൾ ചിങ്ങടിനെയും കൊണ്ട് പോകണം. അതെ ഗൈസ്. അപ്പോ എന്താണ് എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇല്ലേ. അപ്പൊ ക്രിസ്മസിന് മെയിൻ എന്ന് പറയുന്ന സംഭവം എന്താണ് ഇതൊക്കെ ചെയ്യുക. പിന്നെ കേക്ക് കട്ടിങ്. കേക്ക് കട്ടിങ്ങിന് ക്രിസ്മസ് ടൈമിൽ കൂടുതൽ വരുന്ന പ്ലമ്മാണ് കൂടുതൽ. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതെ. അപ്പം എന്തായാലും ഞങ്ങൾ പ്ലം ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പ്ലമ്മും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പം അതൊന്ന് സെറ്റ് ചെയ്യട്ടാ. കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്തത് ഞങ്ങൾ പക്ഷേ അടുത്ത് കത്തി വയ്ക്കാൻ വേണ്ടി കത്തി വെച്ചില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല മല്ലയ്യ. എന്ത് ചെയ്യും നമ്മള്. ഇതിൽ പാത്രം എടുത്തിട്ട് വരാൻ തോന്നുന്നു അല്ലേ. പാത്രവും ഞാൻ അടുക്കളയിൽ കത്തി എടുത്തിട്ട് വരാം. മാറി വാക്കുകളൊക്കെ മാറിപ്പോകണം മല്ലയ്യ. കേക്ക് വേണെന്താ പറയുന്നത്. കത്തി ഇതുള്ളോണ്ട് കുഴപ്പമില്ല. സെറ്റ് ചെയ്യാം. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാലേ. ചോറ് വന്നു. ഹാപ്പി
എപ്പോ ക്രിസ്മസ് പാപ്പ പിടിച്ചെന്നാ ആ പറയണ പോലെ ഞങ്ങള് ഡാൻസ് ക്ലാസ് നടത്തിണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രീ ഉണ്ടായിരുന്നില്ലേ ഒരു. അപ്പൊ ഈ സാധനം എന്താണ് ചോദിച്ചപ്പോ കിച്ചു പറ്റി പപ്പ. എപ്പോഴും വായിച്ചു പറയുന്നു പിടിക്ക് ബിംബിയാ വായിച്ചു ഇവിടെ കട്ട് ചെയ്ത് വെച്ച് ചിങ്ങടിക്ക് എന്താ ട്യൂൺ ഓർമ്മ വന്നു തോന്നുന്നു അല്ലേ? ഇത് നമ്മുടെ മറ്റേ കേക്ക് പോലെ ഇല്ലല്ലോ. നല്ല ട്രീ അത് മാറ്റിട്ടാ കുട്ടിന്റെ കയ്യിൽ നിന്ന്. ഗൈസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ആണത്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നോക്ക് അമ്മ അമ്മ മറക്കുന്നതാ. അമ്മേന്റെ അടുത്ത് തിന്നു. ജനു എന്നാ വാ. നിന്റെ കൈ മാത്രം കാണുള്ളൂ. ഇല്ല കാണും. ഇല്ല കാണും. ഞാൻ വേണ്ടേ? അങ്ങനെ ഈ ചേച്ചി തരുമ്പോ മാത്രം ഒരു കുഴപ്പം. മറ്റേ വീഡിയോയിലും അങ്ങനെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ്. ഓ അമ്മ 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 വേണ്ട ഗൈസ്. അപ്പൊ ഇനിയില്ലേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അമ്മനെ കൊണ്ടുവിടും. അമ്മയ്ക്ക് എന്താണ് ശരിക്കും എനിക്കൊരു മൈൻഡ് മേലെ സെറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ, കത്തി ടെറസിന്റെ. പക്ഷെ വേണ്ട വെച്ചു. എന്തുകൊണ്ട് വേണ്ട ലൈറ്റ് സെറ്റ് ചെയ്യാൻ. ലൈറ്റ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആവുമ്പോഴല്ലേ ഒരു ഭംഗി. ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി മേലെ പോയി നോക്കേണ്ടി വരും. ആനയെ എടുത്തിട്ട് സിംഗടോ ഗൈസ്. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മനെ കൊണ്ടുവിടാൻ പോട്ടാ. അമ്മ ഇപ്പൊ രാവിലെ വന്നല്ലോ. രാവിലെ മേക്കപ്പ് രാവിലെ തുടങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ പോയി വിളിച്ചിട്ട് വന്നാണ്. ഇനിയിപ്പോൾ അമ്മനെ കൊണ്ടുവിടും. ഇനിയിപ്പോൾ നാളെ കുറച്ച് റെസ്റ്റാണ്, കാരണം നല്ല ടയേർഡ് ഉണ്ട്. ഇത്രയും ദിവസം അടുപ്പിച്ചായതുകൊണ്ടല്ലോ അവൻ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖം അല്ലേ. അപ്പം എന്തായാലും സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഷൂട്ടൊക്കെ ചെയ്തു അടിപൊളിയായി. പക്ഷെ എന്നാലും ഒന്നും കൂടെ ആക്കാൻ തോന്നിയില്ല. അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഔട്ടൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ അവൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ബായ്. അമ്മ ബായ് കൊടുത്തോളി. ചിങ്ങോട് ബായ് പറ. ബായ് പറ. ബായ് പറ. ബായ് പറ. ബായ്.